അടുത്ത തവണ രണ്ടാളും കൂടി വരണം. രണ്ടാളും അപ്പൊ അമ്മയുണ്ട്, ഇപ്പൊ രണ്ടാളല്ല. ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടാളല്ല. പിന്നത്തെ കാര്യം അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. അല്ല ഫ്രിഡ്ജാണല്ലോ, അത് വിശ്വമായിട്ട് വാങ്ങി തരാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ല. അവന് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്ത് ഉപദേശം? അത് പാലക്കാട്ട് ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ച് മറുപടി കൊടുക്കും. അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞൊരു പുതുമോടിയായി. പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പൊ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം പോലും ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു ഭയങ്കരമായിട്ട് ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അവ അത്രയും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, അത്രയും വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തനാണ് അയാൾ. അയാളെ നമ്മൾ ഉപദേശിച്ചിട്ട് അത് തിരിച്ചറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ KSU കോളേജ് യൂണിറ്റ് മുതൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം അതാണ് പ്രധാനം എന്ന് അറിയാവുന്ന ആളാണ്. അത് അറിഞ്ഞ് പ്രവർത്തിക്കും. പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. ഞാനുണ്ടായതിനേക്കാൾ കൂടുതൽ അയാൾ പാലക്കാട് ഉണ്ടാവും. പാലക്കാടിൻ്റെ ശബ്ദമായിട്ട് നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷ. ഞാനിവിടുത്തെ ഒരു വോട്ടറും കൂടിയാണ്. അപ്പം അല്ലേ ചന്ദ്രേട്ട, ഞാനും ചന്ദ്രേട്ടനൊക്കെ ഇവിടുത്തെ വോട്ടറാണ്. ചന്ദ്രേട്ടൻ പിരായിരിയുടെ ചാർജ് എടുത്തിട്ട് വലിയ ലീഡ് കൊടുത്തിട്ട് അപ്പം പിന്നെ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി ആ പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം കാക്കുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷം ആഗ്രഹിച്ചതുകൊണ്ട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പിന്നെ നിങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ പലരും ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഞങ്ങളുടെ പ്രതികരണം മാത്രമാവുകയും ഞങ്ങൾക്കെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയുടെ പോയിന്റാക്കി മാറ്റി അതിൽ നിന്ന് പിന്നെ ഇംപ്രവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോജിക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിച്ച് പലതരത്തിലുള്ള ഇപ്പം ശീലമായി വടകരയിലൊക്കെ കണ്ടതായതുകൊണ്ടും പാലക്കാട് ശ്രീകണ്ഠന്റെ കാര്യത്തിൽ കണ്ടതാണ് കുഴപ്പം. എന്നാലും അത്രയും ജനങ്ങളുടെ ഒരു പൾസും അവരുടെ റെസ്പോൺസും പിന്നെ മനസ്സിലാക്കാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സത്യം തുറന്നു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മീഡിയകളും കൊടുത്ത സ്പേസ്, വാർത്തക്ക് കൊടുത്ത സ്പേസ് എത്രത്തോളം അതിൻ്റെ വെർത്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ പിണങ്ങി അല്ലെങ്കിൽ ഒരാളുടെ രണ്ട് കുറ്റം പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സ്പേസ് കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെ മാധ്യമങ്ങളും ഒന്ന് പഠിക്കണം. എന്നിട്ട് ആർക്കാണോ അത്തരം സ്പേസിന്റെ വെർത്തുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഒന്ന് പിന്നെ പറയാം. പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളോട് കാണിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ള വ്യക്തിയാധിക്ഷേപം അതിന് എക്സ്ട്രീമായിരുന്നു. ഈ ഞങ്ങൾ ആരും മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ഞാൻ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആരുടെയും സമനില തെറ്റുന്ന വ്യക്തിയാധിക്ഷേപത്തിൽ സമചിത്തതയോടുകൂടി അതിനെയെല്ലാം നേരിട്ടു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായി മറ്റൊരു
സന്തോഷവും കൂടിയുണ്ട്. എനിക്ക് വ്യക്തിപരമായി മറ്റൊരു സന്തോഷമുള്ളത്, ഈ ഞാൻ KSU പ്രസിഡൻ്റായ സമയത്ത് KSUവിൽ ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ് ഷാഫി പറമ്പിൽ പിന്നീട് നിയമസഭയിലെത്തി. എൻ്റെയും ഷാഫിയുടെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ KSU ആയി വന്ന ആളാണ് പിന്നെ രാഹുൽ ഇപ്പോൾ നിയമസഭയിലെത്തി. ഇവരെ കൂട്ടത്തിൽ നിന്ന് ആദ്യം നിയമസഭയിൽ പോയത് ഞാനാണ് 2006. 11 ആയപ്പോഴത്തേക്ക് ഹൈബി, സാദത്ത്, ബൽറാം, അങ്ങനെ ഒരു ഷാഫി എല്ലാം ഒരു സംഘം നിയമസഭയിലെത്തി. 16 റോജി അടക്കമുള്ള ഒരു സംഘം വന്നു. തൊട്ടു മുമ്പ് ചാണ്ടി വന്നു, ഇപ്പോൾ മാത്യു വന്നു, സനീഷ് വന്നു. അത് കുറേ ഞാൻ എൻ്റെ അച്ഛൻ ഇതിനിടയിൽ മരണപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വൈകുന്നേരം സഞ്ചയനം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു വീണ്ടും പാലക്കാട് വന്നതാണ്. ഞങ്ങൾക്കെല്ലാം വലിയ ഒരു നിയോഗവും വലിയ ദൗത്യവും ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയതിനേക്കാൾ കൂടുതൽ വീട് കയറി. അതുപോലെ കയറിയവരുടെ ഉള്ള ചുമതല കൊടുത്ത എല്ലാവരും. ഞങ്ങൾ മാധ്യമങ്ങളിൽ പല വിശാരദന്മാരും വന്ന് പലത് പറയുമ്പോഴും ഉള്ളിൽ പലതും ചിരിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, വിനയത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയാമായിരുന്നു. അപ്പോൾ ആ കുറേ നാളത്തെ ക്ഷീണം, യാത്ര, അലച്ചിൽ, ഇന്നത്തെ മുഴുവൻ വിജയാഹ്ലാദ പ്രകടനം, പിന്നെ ഇടി, തിരക്ക്, വെയില്, ഇല്ലുമിനാറ്റി പാടി 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുഴഞ്ഞു വീണ്. അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ആശുപത്രി പോയി ECG ഒക്കെ എടുത്തു, BP ഒക്കെ നോക്കി, ഡ്രിപ്പൊക്കെ ഇട്ടു. ഡ്രിപ്പ് ഇട്ട് പകുതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർ അനുവാദം വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇവിടെ വരണമെന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ടിങ്ങനെ വന്നതാണ്. എല്ലാരും വിളിച്ചോണ്ട് ഇത് കുണ്ട്രയാണ്. ഇത് വിളിക്കുന്നവർക്ക് മറുപടി പുള്ളി ആദ്യം ചെയ്ത് ചേച്ചിയെ വിളിച്ചു. കാരണം ഇനി വാർത്ത കണ്ടിട്ട് ഇതെന്തോ ആപത്താണെന്ന് വിചാരിച്ചു. ഞാൻ വൈഫിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ECG ഒക്കെ എടുത്ത് നോർമൽ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർ പേടിക്കുന്നുള്ളതുകൊണ്ട്. അടുത്തത് മധ്യവയസ്കനായ PK ഫിറോസ്കൊക്കെ ഞാനന്ന് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാർ. അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ രാഹുലിന്റെ ചാനൽ ചർച്ച കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഷാഫി എന്നോട് സംസാരിക്കാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പറയല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മേൽക്കൈ അഡ്വാൻറ്റേജ് ആയിരുന്നു, സത്യമാണ്. മറ്റൊന്ന്, UDFന്റെ ചെയർമാൻ ശ്രീകണ്ഠേട്ടനും അതുപോലെ തന്നെ കൺവീനർ മൗലവിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ, UDF മറ്റ് ഘടകകക്ഷികളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഞങ്ങളൊരു ചലഞ്ച് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ അത് മറികടന്ന് ഒരു 18K+ എന്ന് പറയുന്ന, അതായത് 18 Pro Max ആണ് രാഹുൽ. ഇപ്പോൾ 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഒന്നുമില്ല, നന്നായി പ്രവർത്തിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല പറയാം. ഭയങ്കര സന്തോഷം, പ്രാർത്ഥനകൾ മാത്രം. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. എല്ലാരും പറഞ്ഞല്ലോ, എനിക്ക് ടെൻഷനും ഇല്ല. എനിക്ക് നീ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ടെൻഷൻ. പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്രയാണ്. കാരണം ഞാനൊരു തുടക്കക്കാരനാണല്ലോ. ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ്, ഞാൻ ഭയങ്കര ബിഗിനറാണ്. ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പം വിശ്വട്ടൻ കൊല്ലം ജില്ലക്കാരനായാലും എൻ്റെ തൊട്ട് പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയല്ലേ, കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വട്ടൻ KSU പ്രസിഡന്റ് ആവുന്നു, നിയമസഭാ സാമാജികനാകുന്നു എന്നൊക്കെ പറയുമ്പം നമുക്കുള്ളിലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ, എന്നെപ്പോലൊരു സാധാരണക്കാരന് എത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത്, അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ്, വരുത്തനാണ്. എത്ര ദൂരെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇല്ലാത്ത പിന്നെ തെക്കൻ എന്നുള്ള വിളി,
അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞേ, കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ. കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ. പിന്നെ നിങ്ങൾക്ക് ആ ബാഗ് ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. കാരണം ഞാനേ 17 കൊല്ലം LIC ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നോട് എനിക്ക് എത്ര ചോദിക്കാൻ. ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ. അപ്പോൾ ഈ ഫെന്നി ഇങ്ങനെ ഇത് ഉരുട്ടിക്കൊണ്ട് വന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ക്യാഷിലായിരുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരോട് പറയണം ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ അത്രയും വെയിറ്റ് ഈ ഇപ്പോൾ ഒരു ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിൻ്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ഇങ്ങനെ ഡമ്മി ചെയ്തല്ലോ എന്ന് പറയും. അപ്പോൾ ക്യാഷിൽ നിന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഇതൊരു തുടക്കക്കാരൻ നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പിന്നെ പതർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ രാവിലെ നിങ്ങളാണ് രാവിലെ കാണുന്നത്, നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളാരെ കുറ്റം പറയല്ല, നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഇതൊരു കൺസേൺ ആകും.